ബ്രോ, ഞാൻ ആക്ച്വലി ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അത് നമ്മുടെ നിലപാടിൽ നിന്ന് ഒരടി മാറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാവും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ 4 കമൻറ്റ് വന്നു പറഞ്ഞ് എനിക്കതിലൊരു കുലുക്കം സംഭവിക്കില്ല. ഇനിയിപ്പോൾ എൻ്റെ ഈ പഴയ ഞാൻ എവിടെയും പോയി പൊട്ടിച്ച വെടികളെ കണക്കെടുത്ത് വന്നാൽ പോലും എനിക്ക് വിഷയമല്ല. ആണുങ്ങളാണ് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കങ്ങനത്തെ ഒരു ഭയമുള്ള കാര്യം. പിന്നെ പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഞാൻ ഇപ്പോൾ പ്രസൻറ്റിൽ എന്താണെന്നുള്ള കാര്യം ഞാൻ നോക്കണതാണ്. എനിക്കാരും പേടിയില്ല. എനിക്ക് ദൈവത്തിന് എന്നെ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ പിന്നെ ഞാൻ ആരും ഒരു മതത്തെയോ ഇതെന്ന് പറഞ്ഞാൽ പാർട്ടി ഏത് പാർട്ടിക്ക് നമുക്ക് വിമർശിക്കാം. എനിക്ക് വേണമെങ്കിൽ BJP വിമർശിക്കാം, UDF വിമർശിക്കാം, LDF വിമർശിക്കാം. ഞാനൊരു പാർട്ടി അവരുടെ നിലപാടുകൾ അവർ ഈ ഭക്ഷണത്തെ ഒരു മനുഷ്യൻ്റെ ഭക്ഷണത്തെ കഴിക്കാൻ പാടില്ല എന്നുള്ള സംഭവം എന്നുള്ളതാണ് ഞാനത് വേറൊന്നുമില്ല. ഈ മെഴുകല് പല രീതിയിൽ പല തരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതുപോലുള്ള ഒരു മെഴുകൽ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത തരം അളിഞ്ഞ മെഴുകൽ എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ആകപ്പാടെ ചമ്മി നാറി നാണം കെട്ട ഒരവസ്ഥയിലേക്ക് എത്തി ഹിയാസിന്റെ ഒരു പറച്ചിൽ കാരണം. എന്നിട്ടും അതിനെ ന്യായീകരിച്ച് മെഴുകി വെളുപ്പിക്കാനായിട്ട് പെടുന്ന ഒരു പാടെ എന്തിനാണ് ഷിയാസ് ഈ കിടന്ന് പാടുവിടുന്നത്? അറിയാൻ മേലെ എനിക്ക് ചോദിക്കുക. കാര്യം അതിന്റെ വഴിക്കേക്ക് വിട്. ഇനിയും മെഴുകി ചുമ്മാ നാണം കിടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒന്ന് മാസാവാൻ നോക്കി അവസാനം എന്താ പറയാ, അങ്ങ് എല്ലാ രീതിയിലും കൂടി നാട്ടുകാരെല്ലാം കൂടി ഏറി കയറ്റി വയ്ക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തി. പാൻ ഇന്ത്യൻ ലെവലിൽ നിന്ന് വരെ ഊക്ക് കിട്ടുന്ന അവസ്ഥയിലോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല ഷിയാസ് ഇത് വെച്ചെന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം ആറ് തണുത്ത് വരുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത ഊക്ക് വാങ്ങാനായിട്ടുള്ള വകുപ്പൊന്നും ഉണ്ടാക്കി വയ്ക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഈ ഷിയാസ് പുള്ളിക്ക് എനിക്ക് തോന്നുന്നത് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി വെപ്രാളമാണെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ പറയാനോ എടുക്കാനോ ഒക്കെ തന്നെ. എന്നാൽ പറയുന്ന അത്രയും മണ്ടത്തരമായി പോകുന്നു എന്നുള്ളത് മറ്റൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് വേണ്ടത് കോണ്ടന്റ് ആണ്. ആ കോണ്ടന്റ് നല്ല രീതിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുന്ന ഷിയാസിനെ ഏറെ കയറ്റുന്ന തരത്തിൽ ഈ ക്യാമറയും പൊക്കി പിടിച്ച് ചെയ്യുന്നത് അത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുന്നവർ തന്നെ അത് നല്ല രീതിയിൽ വെടിപ്പിന് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട്. അത് ഇനിയും ആ ഒരു തരത്തിൽ തന്നെ ചെയ്തു വയ്ക്കാനായിട്ടുള്ള പരിപാടികൾ ഷിയാസ് തന്നെ ഉണ്ടാക്കാതിരിക്കുന്ന എനിക്ക് നല്ലതെന്ന്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാ തുറക്കാതിരിക്കുക. സപ്പോസ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നോക്കിയും കണ്ട് സംസാരിക്കാനായിട്ട് നിൽക്കുക. അല്ലാതെ വായ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവസാനം വീണ്ടും ഏറി കയറിയിട്ട് അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയല്ല ചക്കയാണ് മാങ്ങയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഷിയാസ്. തമാശ രൂപ ചോദിച്ച സാധനം ഞാൻ എൻ്റെ നിലപാടിൽ നിന്ന് ഒരായി മാറ്റില്ല. ബീഫ് എന്നത് ശുദ്ധമായ പശുവിറച്ചി അല്ലല്ലോ ഞാൻ പറഞ്ഞത്, ശുദ്ധമായ പോത്തിറച്ചി. ഞാൻ ഒരിക്കലും ശുദ്ധമായ പശുവിറച്ചി എന്നല്ല പറഞ്ഞത്. ബീഫ് എന്ന് പറഞ്ഞ ബഫല്ലോ ശുദ്ധമായ പോത്തിറച്ചി ഉള്ളിട്ട് കഴിക്കാം. അത് ഒരു കുഴപ്പമില്ല. ഇവിടെയുള്ള BJP വലിയ പ്രവർത്തകർ കഴിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ BJP ഉണ്ട്. അവർക്ക് പ്രശ്നം. എന്താണ് പ്രശ്നം? ഞങ്ങളുടെ BJP ഉയർന്ന കഴിക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ല. അവർക്ക് ഇത് കഴിക്കുന്നുണ്ട്. പിന്നെ അനുമോളോട് ഞാൻ ചോദിച്ചത് കോമിക്കൽ കാരണം അനുമോളില്ലാത്ത പ്രശ്നമുള്ള വേറെ ആളുകളുടെ പ്രശ്നം. ബീഫ് തിന്നാം, പോർക്ക് തിന്നാം, ഇറച്ചി തിന്നാം, എന്ത് കുന്നമാണെങ്കിലും തിന്നാം. ഇവിടെ ആരും ചോദ്യം ചെയ്യാനോ ചക്കയാണോ മാങ്ങയാണോ ഒന്നും പാരുന്നില്ല. പക്ഷേ ഒരാളെ നിർബന്ധിപ്പിച്ച് കഴിച്ചില്ലെങ്കിൽ നീ BJP ആണോ എന്നുള്ള ഒരുമാതിരി മറ്റേടത്തെ ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യമാണ് ഇവിടെ നാട്ടുകാർ ചോദ്യം ചെയ്തതെന്ന് പറയുന്നത്. അല്ലാതെ കഴിക്കാതിരിക്കുക ഇവിടെ ആരൊക്കെ ഒരു കുത്തരിയല്ല, അത് വേറൊരു കാര്യം. പക്ഷേ കഴിപ്പിക്കുക, നിർബന്ധിച്ച് കഴിപ്പിക്കുക, അല്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ അവർ BJP എന്നാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് എവിടത്തെ ഏത് കോത്തായത്തിലെ ന്യായമാണ് ശരിക്കും പറഞ്ഞാൽ? അതിനെ ഇവിടെ ചോദ്യം ചെയ്തിട്ടുള്ളൂ ഷിയാസെ. അതിന് തന്നെയാണ് നിങ്ങൾ ഏറിപ്പോയതെന്ന് പറയുന്നത്. അതിന് പിന്നെ ന്യായീകരിച്ചെങ്കിൽ മെഴുകി വെളുപ്പിക്കാനൊന്നും നോക്കണ്ട, ഒരു കാര്യമില്ല. ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരമായിരുന്നു എന്ന് ഒരു സംശയമില്ല. ഇപ്പൊ നിങ്ങളെ കൂട്ടുകാരി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ പറയുന്നത് ഓക്കെ ശരി സമ്മതിക്കുന്നു. പക്ഷേ അത് കഴിച്ചില്ലെങ്കിൽ BJP ആണ് എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്, ഏത് കോത്തായത്തിന്റെ ന്യായമാണ് എന്നാണ് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ചോദ്യം ചെയ്തു നിങ്ങൾ ഏറിപ്പോയി. അത് അവിടെ കൊണ്ട് നിൽക്കട്ടെ. ഇനി അതിനെ പറഞ്ഞു ഒരു വല്ലാത്ത മെഴുകലൊക്കെ മെഴുകിയിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഷിയാസ് തന്നെ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം വന്ന് വേറൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിലകത്ത് എന്തോ വലിയ ചക്കയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ അടിച്ച് വിടുന്നുണ്ടല്ലോ. എന്നിട്ട് പിന്നെ മൂന്നാമതൊരു വീഡിയോ ചെയ്തു. അതിൽ വന്നിട്ട് എന്തോ പറയും ക്ഷമാപണം നടത്തുന്ന പോലെയൊക്കെ ആയിരുന്നല്ലോ. എന്തൊക്കെയാണ് അപ്പൊ മാസും ചക്കയും മാങ്ങയും ഒന്നും കണ്ടില്ലല്ലോ. എന്തോന്നൊക്കെയാണ് അതിൽ വന്ന് പറഞ്ഞത്. അയ്യോ ഞാനെല്ലാം നിർത്തിയേ, എനിക്ക് മതിയായേ, ഞാൻ പശുവിനെ അല്ല കഴിക്കുന്നത്, ഞാൻ പോത്തിനെയാണ് കഴിക്കുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്തൊരു മെഴുകലായിരുന്നു. എന്താ നിലപാടുകളുടെ രാജകുമാരൻ എന്ന രീതിയിലോട്ടാണ് ഷിയാസ് ഈ പോക്കെന്ന് പറയുന്നത്. ഇപ്പൊ അടുത്തത് വന്നിട്ട് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണ്. എന്തോന്നാണ് ഷിയാസ് ചെയ്ത് നിർത്തിയിട്ട് പോടെ, അതാണ് നല്ലതെന്ന് പറഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയും ഈ ഒരു കാര്യത്തിൽ മെഴുകാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ വെറുതെ സ്വയം നാളത്തെയുള്ള ആ ഒരു അവസ്ഥ ഷിയാസ് ഉണ്ടാക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം നാട്ടുകാർക്കെല്ലാം മനസ്സിലായി എന്താണ് ഷിയാസ് ഉദ്ദേശിച്ചതെന്നും എന്താണ് ഷിയാസിന്റെ നിലപാടെന്നും എന്തൊക്കെയാണ് ഷിയാസ് വിളിച്ച് കൂവിയതെന്നും ഒക്കെ തന്നെ നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ഷിയാസിനെതിരെ റിയാക്ട് ചെയ്തതെന്ന് പറയുന്നത്. ഷിയാസ് വിചാരിച്ചിരുന്നത് BJP എന്ന് പറയുമ്പോഴത്തേക്ക് ഷിയാസിനെ പൊക്കി പിടിച്ചാൽ അതാക്കും ഇതാക്കും മറ്റേതാക്കും മാസാക്കും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഏറ്റില്ല, പണി പാളിപ്പോയി. അത് എന്തുകൊണ്ടാണെന്ന് ഷിയാസിന് നല്ല രീതിയിൽ അറിയാം. അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ ഷിയാസ് ഒരു മണ്ടനാണെന്ന് മാത്രമേ പറയാവുള്ളൂ. അതെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഈ ഒരു കാര്യം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അല്ലാതെ വീണ്ടും മെഴുകി ഒരു പരുവൻകെട്ട അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുന്നത് ഷിയാസിന് നല്ലത്.